നമസ്കാരം, ഞാൻ രവീന്ദ്രനാശാൻ. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് സുപ്രസിദ്ധ ഗുരുക്കളായ ശ്രീ ബാബുരാജാശനും സിദ്ധ കളരി സംഘത്തിലെ ഗുരുക്കളായ ശ്രീ ബിനുവാണ്. നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇലമുളച്ചി എന്ന ഔഷധ സസ്യത്തെയാണ്. ഇലമുളച്ചി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലയിൽ നിന്ന് ആണ് സാധാരണ തൈകളുണ്ടാകുന്നത്. തൈ നട്ട് നമുക്ക് വളർത്താം. ഇല നട്ടു കൊടുത്താൽ മതി. അതിൻ്റെ ഓരോ അരുക്കളിൽ നിന്നും തൈകൾ പുതിയ പുതിയ തൈകളുണ്ടായി വരും. ഈ ഇലമുളച്ചി എന്ന് പറയുന്ന ഈ ഔഷധസസ്യം പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് പൊള്ളൽ, ശരീരത്തിൽ എവിടെ പൊള്ളലുണ്ടായാലും ഇതിൻ്റെ നീര് പിഴിഞ്ഞ് കൊടുത്താൽ പൊള്ളൽ അതുപോലെ ശമിച്ചു പോകും. വേദന അപ്പോൾ തന്നെ ശമിക്കും. അതുമാത്രമല്ല, പാട് ഉണ്ടായിരിക്കുകയില്ല. പാട് കാണില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണം. അത് ആർക്കും അറിഞ്ഞുകൂടാത്ത രഹസ്യമാണ്. രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് ഇതിൻ്റെ 3 ഇല എടുക്കുക, ഒരു 6 കുരുമുളകും ചേർത്ത് രാവിലെ വെറും വയറ്റിൽ ചവച്ച് കഴിക്കണം. അങ്ങനെ 3 ദിവസം ചവച്ച് കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി സ്റ്റോൺ മിക്കവാറും എല്ലാം അലിഞ്ഞു പോകുന്നത് 3 ദിവസം കഴിച്ചാൽ മതി. കൂടുതൽ കഴിക്കേണ്ട കാര്യമില്ല. അന്ന് തന്നെ ഒരു അരമണിക്കൂറിനകം തന്നെ വേദന കംപ്ലീറ്റ് പോകും. പിന്നീട് സ്റ്റോൺ പൊടിഞ്ഞ് പോകുന്നതാണ്. അങ്ങനെ വെള്ളം കുടിക്കാം, അല്പസമയം കഴിയണം, അപ്പോൾ കുടിച്ചുകൂടാം. കുറച്ച് സമയത്തേക്ക് വെള്ളം കുടിച്ചുകൂടാം. അത് നല്ലൊരു ചോദ്യമാണ്. കുറച്ച് സമയത്തിന് ശേഷം ഇത് ഉള്ളിൽ പോയി അത് പിടിക്കണം. അപ്പോൾ ഇത് ശരിയാണ്. ഏത് ഔഷധം കഴിക്കുമ്പോൾ ജാഗ്രത വേണം. ഇതിൽ കാർഡിയാക് ഗ്ലൂക്കോസൈഡ് എന്ന് പറയുന്ന ഒരു ആൽക്കലോയിഡുണ്ട്. അതുകൊണ്ട് അമിതമായി കഴിച്ചാൽ, വളരെ ദിവസം കഴിച്ചാൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 3 ദിവസം മാത്രമേ ഈ ഔഷധ സസ്യം നമ്മൾ ഉള്ളിലേക്ക് കഴിക്കാൻ പാടുള്ളൂ. 3 ഇല മതി. അങ്ങനെ ഓരോ ദിവസം 3 ദിവസം മാത്രം ഉപയോഗിക്കുക. ഈ ലഘു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നന്ദി, നമസ്കാരം.